നമുക്ക് ഇന്നൊരു ഭുജംഗാസനം എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതൊക്കെ ഭുജംഗാസനത്തിലേക്ക് വന്നോളൂ. അവിടെയല്ല കൈ വെക്കണ്ടേ, പതുക്കെ ചെസ്റ്റിന്റെ സൈഡിലായിട്ട് എപ്പോഴും നമ്മുടെ കൈ പ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി വളരെ സാവധാനം കാലുകൾ കൂട്ടിച്ചേർത്ത് പതുക്കെ എഴുന്നേറ്റ് വരിക. ഇത് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന ഒരു ഭുജംഗാസനാണ്. ഇനി ഇത്രയും ചെയ്യാൻ പറ്റാത്തവർക്ക് അതിന്റെ പകുതി പൊസിഷനിലേക്ക്, അതിന്റെ ഹാഫായിട്ട് നമുക്കിവിടെ ഇതൊരു വേരിയേഷൻ ആണ് ഈ ഒരു ഇത്. അപ്പൊ നമ്മുടെ കൈയിന്റെ ആ ഒരു ഡിസ്റ്റൻസ് എവിടെയാണ് പൊസിഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക. വളരെ സാവധാനം സ്ലോ ഡൗൺ ചെയ്യുക. അതിനുശേഷം ചെസ്റ്റ് ഇങ്ങനെ വളരെ സാവധാനം വേണം തിരിച്ചു വരാനും. അപ്പൊ കൈയിന്റെ പ്ലേസ്മെന്റ് കറക്റ്റ് അല്ലെങ്കിൽ ഭുജംഗാസനത്തിന്റെ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ബിഗിനർ ആണ്, നമുക്കൊരു കോബ്ര പോസ് ചെയ്യാം. അതൊക്കെ എഴുന്നേറ്റുള്ളൂ. കൈ രണ്ട് സൈഡിലേക്ക് വെച്ച് വളരെ സാവധാനം ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പറ്റുന്നില്ല, ഓക്കെ. അപ്പൊ നമുക്കൊരു ബിഗിനിങ് ലെവൽ ആയതുകൊണ്ട് അവർക്ക് ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും, അവർക്ക് അങ്ങനെ കുറെ നേരം നിൽക്കാൻ പറ്റുന്നില്ല. സോ നമുക്കൊരു ബേബി കോബ്ര പോസ് എങ്ങനെ ചെയ്യണേന്ന് പറഞ്ഞുതരാം. വളരെ സാവധാനം ഈ കൈ കുറച്ചും കൂടെ ശരീരത്തിന്റെ ചേർത്ത് വെക്കുക. ചേർത്ത് ആദ്യം തല മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് ബോഡി കിടന്നോട്ടെ. അതിനുശേഷം ഇനി അപ്പർ ബോഡി മാത്രം ഒന്ന് പൊക്കി നോക്കൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നമ്മൾ ആദ്യം ചെയ്താൽ മതി. ആദ്യം തന്നെ ഇങ്ങനെ ഭയങ്കര അഡ്വാൻസ് ഒന്നും ചെയ്യണം അതിന്റെ ആവശ്യമില്ല. ഇപ്പോഴും നമുക്ക് കിട്ടേണ്ട ആ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവർ അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഉള്ളവർക്ക് എത്ര നേരം വേണമെങ്കിലും, ഇപ്പൊ കണ്ടോ എത്ര നേരം വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം. നേരത്തെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൈയിന് സ്ട്രെയിൻ ആവുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തവർ നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ബിഗിനിങ് ലെവലിൽ. അപ്പൊ വളരെ സാവധാനം ഇതിൽ നിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് 1 by 1 ആയിട്ട് റിലീസ് ചെയ്യുക. ചെസ്റ്റ് ഡൗൺ, ചിൻ ഡൗൺ ആൻഡ് ഫോർഹെഡ് ഡൗൺ. ഇതാണ് ബേബി കോബ്ര പോസ്.